സ്വർഗ്ഗത്തിൽ പോകുന്നതിനെ തടയുമെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം. 5 പെണ്ണുങ്ങൾ ഒരാള് സ്വർഗ്ഗത്തിൽ പോകുമ്പോ തടയും ഒരാണിനെ, ഒരു വാപ്പയെ. ഏതാ? എന്റെ പ്രിയപ്പെട്ടവർ, 5 പെണ്ണുങ്ങളിൽ ഒരു പെണ്ണ് നിന്റെ മകളാ. നിന്റെ മകളാ. നിനക്ക് താടിയുണ്ട്, തഴമ്പുണ്ട്, നീ കമ്മിറ്റിക്കാരനാണ്, എല്ലാ കാര്യങ്ങളും ചെയ്യാൻ മുമ്പന്തിയിൽ നിൽക്കുന്നവനാ. പക്ഷെ നിന്റെ മോള് നിന്റെ വസ്ത്രം ധരിച്ചു നടക്കുന്നത് കണ്ടിട്ടുണ്ടോ? താത്തമാര് ഫർദയും ധരിച്ച് ഹിജാബും ധരിച്ച് കയ്യിൽ തസ്ബീഹ് കുത്തിയിട്ടടക്കും. അല്ലോ കണ്ടു കഴിഞ്ഞാൽ മലക്കുകൾ ഇറങ്ങുന്ന പോലെ. എന്ന തൊട്ടുപുറകിൽ ഒരെണ്ണം എഴുതും സായിപ്പ് മാതാമ പോലും തോറ്റുപോകുന്ന രീതിയിൽ. അള്ളാഹു ഈമാൻ നൽകി നിഗ്രഹിക്കുമാറാകട്ടെ. നീ വിചാരിച്ച് രക്ഷപ്പെടൂന്നു? ഇല്ല, അള്ളാഹ് നിന്നെ പിടിച്ചിർത്തും. അള്ളാഹ് നിന്നോട് ചോദിക്കും, എന്തിനാ താത്ത? നീ ഒന്ന് കണ്ണ് തുറന്നു നോക്ക്. നിന്റെ 18 വയസ്സുള്ള 15 വയസ്സുള്ള മകള് ഈ ഡ്രസ്സ് വിട്ടുകൊണ്ട് നാട്ടിയിറങ്ങിയ സ്വന്തം പിഴച്ചു. എന്തിനാ മറ്റുള്ളവനെ പിഴപ്പിക്കുന്നത്? ഈ നാട്ടിലെ ചെറുപ്പക്കാരെ നരകത്തിൽ കൊണ്ടുപോകാൻ ഒരു കാരണമാകുന്നത് എന്തിനാ പെങ്ങളെ? അതുകൊണ്ട് മക്കളുടെ വസ്ത്രധാരണം നോക്ക്, അവരുടെ പ്രവർത്തനങ്ങൾ, അവരുടെ സ്വഭാവങ്ങൾ. അള്ളാന്റെ റസൂല്, അള്ളാന്റെ ഖുർആൻ പറഞ്ഞ് എന്തെന്നറിയോ? 3 സമയങ്ങളിൽ മാതാപിതാക്കളുടെ ബെഡ്റൂമിന്റെ അകത്ത് കയറണമെങ്കിൽ മക്കൾ അനുവാദം ചോദിക്കണം. ഖുർആന പറഞ്ഞ അല്ലാഹ് പറയുകയാ, 3 സമയങ്ങളിൽ മാതാപിതാക്കളുടെ ബെഡ്റൂമിന്റെ അകത്ത് കയറണമെങ്കിൽ പോയിട്ട് ഇങ്ങനെ തട്ടിയിട്ട് വിളിക്കണം. പാപ്പ കയറി വരട്ടെ, ഉമ്മ കയറി വരട്ടെ, അനുവാദം ചോദിച്ചിട്ടേ കേറാൻ പാടുള്ളൂ എന്ന് അള്ളാന്റെ വിശുദ്ധ ഖുർആൻ. ഏതു മക്കള്? 25, 20, 18, 15, 10 അല്ല, 7 വയസ്സിന് താഴെ പ്രായമുള്ള മക്കൾ. 7 വയസ്സിന് താഴെ പ്രായമുള്ള മക്കള് വാപ്പാടെയും ഉമ്മാടെയും ബെഡ്റൂമിൽ കയറണമെങ്കിൽ 3 സമയത്ത് അനുവാദം ചോദിക്കണം. 3 സമയം അനുവാദമില്ലാതെ കയറാൻ പാടില്ല. ഏതാ 3 സമയം? 1 സുബഹിക്ക് മുമ്പുള്ള സമയം, വെളുപ്പാങ്കാല സമയം. 2 നട്ടുച്ച സമയം. 3 രാത്രി. ഈ 3 സമയങ്ങളിൽ അനുവാദം ചോദിക്കാതെ 7 വയസ്സിന് താഴെ പ്രായമുള്ള മക്കള് കയറാൻ പാടില്ല സ്വന്തം മാതാപിതാക്കളുടെ ബെഡ്റൂമിന്റെ അകത്ത്. എന്തുകൊണ്ട്? എന്റെ പ്രിയപ്പെട്ടവരെ, സുബഹിക്ക് മുമ്പുള്ള സമയം നല്ല ഉറക്കത്തിന്റെ സമയം അല്ലേ? ഉറങ്ങാൻ എന്ത് രസവാ! വെളുപ്പാങ്കാല സമയത്ത് ഏറ്റവും മനോഹരമായ സമയം. അപ്പൊ ഇങ്ങനെ വാപ്പായും ഉമ്മായിക്ക് നല്ല ഉറങ്ങുന്ന സമയം. ഉദാഹരണം പറഞ്ഞ, നമ്മൾ ആണുങ്ങളൊക്കെ കിടക്കുന്ന സമയത്ത് ഒരു മുണ്ടെടുത്തിട്ട് കിടന്നുറങ്ങും. ഏകദേശമുള്ള ആണുങ്ങൾ മുഴുവനും കിടക്കുന്ന സമയത്ത് മുണ്ടെടുത്തിട്ടാ കിടന്നുറങ്ങുന്നത്. രാവിലെ ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുമ്പോ ആദ്യം തിരയണത്, അല്ലാഹ് ഒരു മുണ്ടെടുത്തിട്ടുണ്ടായിരുന്നല്ലോ പടച്ചോനെ, മുണ്ടെവിടാന്ന് തിരയണത്. ഒരാളാണ് ഉറക്കത്തിൽ നിന്ന് എഴുന്നേക്കുമ്പോ ആദ്യം തിരയുന്നത് മുണ്ട. കാരണം ചിലപ്പോ ഫാന്റെ മുകളിലായിരിക്കും, എവിടെങ്കിലും കിടക്കുന്നുണ്ടാകും. അതാവസ്ഥ. പിന്നെ നിങ്ങൾ ഇട്ടിരിക്കണ മാക്സിയുടെ കഥ ഞാൻ പറയണില്ല, ഓർത്തു നോക്ക്. അപ്പൊ ഈ സുബഹിക്ക് മുമ്പുള്ള സമയം 7 വയസ്സുള്ള അല്ലെങ്കിൽ 6 വയസ്സുള്ള 5 വയസ്സുള്ള ഒരു മകനോ മകളോ റൂമിലോട്ട് കയറി വരുമ്പോ അള്ളാഹുവെ കോവളം ബീച്ചിൽ കിടക്കണ പോലെ വാപ്പ കിടക്ക, അല്ലെങ്കിൽ ഉമ്മയുടെ കിടത്ത അങ്ങനെയാ. അപ്പൊ ഈ മക്കൾ ഇത് കണ്ടാൽ ഒന്നും തോന്നില്ല. പ്രായപൂർത്തിയാകാത്ത മക്കള് മാതാപിതാക്കളുടെ ഔറത്ത് കണ്ടെന്ന് പറഞ്ഞിട്ട് മക്കൾക്കൊന്നും തോന്നാറില്ല. എന്നിട്ടും അള്ളാഹു പറഞ്ഞു കാണരുത്. അതാ ഖുർആൻ. അതാ മക്കളെ വളർത്തേണ്ടത് എങ്ങനെയാണെന്ന് പഠിക്ക്. മാതാപിതാക്കളുടെ ഔറത്ത് 7 വയസ്സിന് താഴെ പ്രായമുള്ള മക്കള് കണ്ടാൽ ഒന്നും തോന്നാറില്ല. എന്നിട്ടും അള്ളാഹു പറഞ്ഞു കാണരുത്. കണ്ടാൽ അവര് വളർന്നു വരുമ്പോൾ അതവരുടെ ജീവിതത്തിൽ ബാധിക്കാൻ സാധ്യതയുണ്ട്. അത്രയും സൂക്ഷ്മത പാലിക്കണമെന്ന ഖുർആൻ പറഞ്ഞത്. എന്നാ ഇന്ന് വീട്ടിൽ ചെന്നാൽ 35 വയസ്സുള്ള വാപ്പ, 10-25 വയസ്സുള്ള അല്ലെങ്കിൽ 10-30 വയസ്സിന് താഴെ പ്രായമുള്ള ഉമ്മ, ഇവിടെ 15 വയസ്സുകാരൻ, ഇവിടെ 13 വയസ്സുകാരി ഇരുന്നിട്ട് അരപ്പാവാടയിട്ട് ആടുന്ന ഇംഗ്ലീഷ് പടം വരെ കാണുന്ന കാലമാണ്. അല്ലാഹു ഈമാൻ തരുമാറാകട്ടെ. അതാ കുടുംബം, അതാ പെങ്ങളെ കുടുംബം. അങ്ങനെ ആവണം കുടുംബം. നാണോ ഇല്ല, മാനോ ഇല്ല, ഇരുന്ന് കാണുക. വാ, കെട്ടിപ്പിടിച്ചിട്ട്. ഇപ്പത്തെ ഏത് സിനിമയിലും കിസ്സില്ലാത്ത സിനിമയില്ലല്ലോ. കെട്ടിപ്പിടിച്ചിട്ട് കൊടുക്ക. അല്ലാഹ് വാപ്പായും മക്കളും ഇരുന്ന് കാണാ. അല്ലാഹു അഅലം. എന്റെ പ്രിയപ്പെട്ട സഹോദരങ്ങളെ, പിന്നെ പരാതി, ഉസ്താദെ മക്കളുടെ മൊബൈൽ ആവശ്യമില്ലാത്ത വീഡിയോ കാണുന്നു, അത് കാണുന്നു, ഇത് കാണുന്നു. പിന്നെ പറഞ്ഞിട്ട് വല്ല കാര്യമുണ്ടോ? അതുകൊണ്ട് ഞാൻ പറയുന്നത്, മക്കളെ വളർത്തേണ്ട രീതിയിൽ വളർത്തും. വെറുതെ വളർത്തി ഇറച്ചിക്കോഴിയെ വളർത്തണ പോലെ വളർത്തിയിട്ട് കാര്യമൊന്നുമില്ല. വളർത്തേണ്ട രീതിയിൽ വളർത്തണം. അപ്പൊ നിങ്ങൾ പറയും, ഉസ്താദെ ഞങ്ങൾ പറഞ്ഞിട്ട് ഞങ്ങളുടെ മക്കള് കേൾക്കണില്ലല്ലോ.
എടാ ഈ വയതിന്റെ സദസ്സിൽ വന്നിട്ട് തലമറക്കടില്ല പെണ്ണുങ്ങൾ. പണ്ടത്തെ പെണ്ണുങ്ങൾ ഉസ്താദിനെ കണ്ടാ ഇങ്ങനെ എടുത്തിടും, ഇപ്പൊ ഉസ്താദിനെ കണ്ടാ ഇങ്ങനെ എടുത്തിടും. ഇതന്നെ അവസ്ഥ. എടാ ട്രെയിനിലൊക്കെ യാത്ര ചെയ്യുമ്പോ അപ്പുറത്തിപ്പുറത്തൊക്കെ സീറ്റിൽ ഇരുന്നിട്ട് ഈ അമുസ്ലിമായി ചെറുപ്പക്കാരുടെ കൂടെ ഒക്കെ ഇരുന്ന് ഫോട്ടോ, അപ്പൊ ഉസ്താദ് എങ്ങാണോ ഉണ്ടെങ്കിലോ കെട്ടി അങ്ങോട്ട് പിടിച്ചിരുന്നിട്ട് ഇങ്ങനെ അങ്ങോട്ട് എടുത്ത് തരും, ഉസ്താദ് കാണട്ടെ. ഇതാ ഇന്നത്തെ മക്കള്. ഇത് തെറ്റാണെന്നറിയാത്ത ആരെങ്കിലും ഉണ്ടോ? എല്ലാവർക്കും അറിയാം, പാവവാ, തെറ്റാ തെറ്റാ തെറ്റാ, അല്ലാഹ് ഇഷ്ടപ്പെടാത്ത കാര്യമാണ്, എല്ലാവർക്കും അറിയാം. എന്നിട്ട് എന്റെ നന്നാകാത്തെ, എന്നിട്ടും എന്റെ നന്നാകാത്തെ? എല്ലാവരോടും ചോദ്യം, എന്തുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരെ എത്ര വലിയ നന്മ കേട്ടിട്ട് നമ്മൾ ആരും നന്നാകുന്നില്ല? അതിനൊരു കാരണം ഞാൻ പറഞ്ഞുതരാം. നന്നാകാത്ത എന്താ ചോദിക്കല്ലോ ഉസ്താദെ. 18 വയസ്സുള്ള എന്റെ മോളുടെ കാലി പിടിച്ചിട്ട് ഞാൻ കരഞ്ഞു പോകരുതെന്ന്, എന്നിട്ട് അവള് പോയി ഉസ്താദെ എന്റെ മോക്ക് എങ്ങനെ പറ്റി ഞാൻ പറഞ്ഞുതരാം. നിങ്ങൾ എത്രയോ നാള് കൊണ്ട് വയല് കേൾക്കുന്ന, എല്ലാ വർഷവും ഇവിടെ വയലുണ്ടല്ലോ. എന്റെ ജീവിതത്തിൽ മാറ്റം വരുത്താത്തത്, അതിന്റെ ഒരു കാരണം ഞാൻ പറയാം. നന്നാകാൻ പറ്റാത്തതിന്റെ ഒരു കാരണം ഇമാം റാസി തങ്ങൾ ഒരു ചരിത്രം പറയുന്നുണ്ട് തന്റെ തഫ്സീറിൽ. ഈ ചരിത്രം കേൾക്കുമ്പോൾ നിനക്ക് തിരിയും. ഈ ചരിത്രം കേൾക്കുമ്പോ ഉസ്താദന്മാര് പറയണ്ട, പടിപടിയായിട്ട് മുടി വെട്ടിയാൽ അള്ളാന്റെ മലക്കുകൾ ശപിക്കും. പിന്നെ മലക്ക് ശപിച്ച എവിടെ എനിക്കെന്താ വളർത്തിക്കൊണ്ടിടക്കാം? എടാ പടിപടിയായിട്ട് മുടി വെട്ടുന്നവനെ മലക്ക് ശപിക്കുമെന്ന ഇതറിയാത്ത ഏതെങ്കിലും ചെറുപ്പക്കാരനുണ്ടോ? പറവയെ പോലെ വളർത്തിക്കൊണ്ടാ നടക്കണം. എന്റെ പ്രിയപ്പെട്ടവര്, എന്തുകൊണ്ടാണ് മക്കളെ ഇങ്ങനെ ആയിപ്പോയത്? ഈ ഒരൊറ്റ ചരിത്രം നീ മനസ്സിരുത്തി കേൾക്ക്. മഹാനായ ഇമാം റാസി തങ്ങൾ പറയുകയാ, 1400 വർഷങ്ങൾക്ക് മുമ്പ് മദീനയുടെ തെരുവിലൂടെ ഒരു പെണ്ണ് നിലവിളിച്ചു കൊണ്ടോടുകയാ. മഹാനായ ഇമാം റാസി തങ്ങൾ പറയുകയാണ്, കാനത് ഇംറഅത്തുൻ തസൂഖു ഫീ സുഖത്തിൽ മദീന. മദീനയുടെ തെരുവിലൂടെ യുവത്വത്തിന്റെ നടുവിലൂടെ നടന്നു പോകുന്ന ഒരു ചെറുപ്പക്കാരിയായ പെണ്ണുണ്ടല്ലോ, അവളിങ്ങനെ നിലവിളിച്ചുകൊണ്ട് ഓടുകയാണ്. എന്താണ് വിളിച്ചു ചോദിക്കുന്നത്? മുഹമ്മദ്, അല്ലാഹുവിന്റെ പ്രവാചകൻ എവിടെയാണ്? എനിക്ക് മുത്തുനബി ഒന്ന് കാണിച്ചു തരുമോ? ആരെങ്കിലും അല്ലാഹുവിന്റെ റസൂലിനെ എനിക്കൊന്ന് കാണിച്ചു തരുമോ എന്ന് നിലവിളിച്ചുകൊണ്ട് മദീനയുടെ തെരുവിലൂടെ ഒരു പെണ്ണിങ്ങനെ ഓടി നടക്കുകയാണ്. സഹാബികൾ കാണിച്ചു കൊടുത്തു, പെണ്ണ് ആയിരിക്കുന്നതാണ് അല്ലാഹുവിന്റെ പ്രവാചകനെ എവിടെ നിന്ന് കാണിച്ചു കൊടുക്കുമ്പോ ഈ പെണ്ണ് റസൂലുള്ളാഹിയുടെ മുന്നിലേക്ക് ഓടുകയാണ്. യാ റസൂലല്ലാഹ്, എനിക്ക് തൗബയുണ്ടോ? എന്റെ പാപം അല്ലാഹു പുറത്തു തരുമോ? പ്രവാചകന്റെ മുന്നിൽ പോയി നിലവിളിച്ചുകൊണ്ട് കരഞ്ഞുകൊണ്ട് പറയുന്നതോ, പ്രവാചകൻ അവിടെ നിന്ന് പറഞ്ഞു, നീ കരച്ചു നിർത്തു, നിന്റെ നിലവിളിയിൽ നിർത്തു. എന്താണ് നിന്റെ ജീവിതത്തിൽ സംഭവിച്ചത്? അല്ലാഹുവിന്റെ പ്രവാചകൻ അവിടെ നിന്ന് ചോദിക്കുമ്പോൾ ആ പെണ്ണ് പറയുകയാണ്, എന്റെ പ്രിയപ്പെട്ട ഭർത്താവ് ഒരു കച്ചവടക്കാരനാ, എന്റെ ഭർത്താവ് ഒരു കച്ചവടക്കാരനാ. പോയി കഴിഞ്ഞാൽ മാസങ്ങൾ കഴിഞ്ഞേ വരാറുള്ളൂ. ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞ് ഗൾഫിൽ പോകുന്നത് പോലെയാണ്. പോയി കഴിഞ്ഞാൽ ഒരുപാട് മാസങ്ങൾ കഴിഞ്ഞേ വരാറുള്ളൂ. എന്റെ ഭർത്താവ് കച്ചവടത്തിന് പോയപ്പോ നീ സനയിച്ചു യാ റസൂലല്ലാഹ്, ഞാൻ വ്യഭിചരിച്ചു നബിയേ. പുരുഷനുമായി ശാരീരികമായി ബന്ധപ്പെട്ടു. അവിടുന്ന് പടച്ചവനെ കിടപ്പറ പങ്കിടുകയാണ്. അതിലൂടെ ഗർഭിണിയായി ഒന്ന് കളഞ്ഞില്ല, തലയ്ക്ക് കളഞ്ഞില്ല. ഭർത്താവ് നാട്ടിലില്ല, കുടുംബക്കാരുമില്ല. അതുകൊണ്ട് ആരും അറിയാതെ ചുമന്നുകൊണ്ട് നടന്നു. ഒരാളോട് പറഞ്ഞില്ല, ഒരാളെയും അറിയിച്ചില്ല. ഗർഭിണിയായത് കാരണം പറയാതെ ചുമന്നുകൊണ്ട് നടക്കുകയാണ്. 9 മാസം കഴിഞ്ഞു. യാ റസൂലല്ലാഹ്, അല്ലാഹുവിന്റെ നബിയേ, ഞാനൊരു ആൺകുഞ്ഞിനെ പ്രസവിച്ചു നബിയേ. അവിടുന്ന് ഒരു ആൺകുഞ്ഞിനെ ജന്മം കൊടുക്കുകയാണ്. പ്രസവിച്ചു കഴിഞ്ഞപ്പോ യാ റസൂലല്ലാഹ്,
ആ കുഞ്ഞിന്റെ കഴുത്ത് ഞെരിച്ച് കൊന്നുകളഞ്ഞു നബിയേ. 9.5 മാസക്കാലം ഗർഭം ചുമന്നു മരണവേദനയുടെ വേദനയും നിന്ന് പ്രസവിച്ച തന്റെ പ്രിയപ്പെട്ട പൊന്നുമോർ ആ ഉമ്മ തന്നെ കഴുത്ത് ഞെരിച്ചെന്ന് കൊല്ലുകയാണ്. എന്നിട്ട് മയ്യത്ത് കുഴിച്ചിട്ടില്ല. എന്ത് ചെയ്തെന്നറിയോ? ഈ പെണ്ണിനൊരു ജോലിയില്ലായിരുന്നു. സുർക്കയുടെ കച്ചവടം നടത്തുന്ന പെണ്ണാ. ഒരു സൈഡ് ബിസിനസ്സാണ്. പഠിച്ചവനെ സുർക്കയുടെ കച്ചവടം നടത്തുന്ന പെണ്ണാട്. എന്ത് ചെയ്തെന്നറിയുമോ? എന്റെ കുഞ്ഞിന്റെ മയ്യത്തെടുത്തു. എന്റെ കുഞ്ഞിന്റെ മയ്യത്തെടുത്തു. ഏറ്റവും കൂടുതൽ പവർ കൂടിയ പഠിച്ചവനെ സുർക്കയുടെ ഭരണിക്കകത്തിട്ട് അടച്ചങ്ങ് വെക്കുകയാണ്. റോഡിലൊക്കെ നെല്ലിക്ക ഉപ്പിലിടാൻ വെക്കുന്നത് പോലെ, മാങ്ങ ഉപ്പിലിട്ട് വെക്കുന്നത് പോലെ സുർക്കയുടെ കുപ്പിക്കകത്ത് തന്നെ കുഞ്ഞിന്റെ മയ്യത്തൊന്ന് വെച്ചടക്കുകയാണ്. അതിനകത്ത് കിടന്ന് അഴുകുകയാ. കുഞ്ഞിന്റെ ഇറച്ചി മുഴുവനും അതിനകത്ത് ഇങ്ങനെ അഴുകിയൊന്ന് ചേരുകയാണ്. കുഞ്ഞിന്റെ എല്ലുകളെ ദ്രവിക്കാൻ തുടങ്ങി. എല്ലാം അതിനകത്ത് ചേർന്നു. എല്ലാം അതിനകത്ത് അലിഞ്ഞു ചേർന്നു കഴിഞ്ഞു. ഒരടയാളവും കാണാനില്ല. ആ സമയത്ത് ഞാനത് ജനങ്ങൾക്ക് കുടിക്കാൻ കൊടുത്തു നബിയേ. കച്ചവടം നടത്തി നബിയേ. ഞാനത് വിറ്റ് കാശ് വാങ്ങി നബിയേ. റസൂലുള്ള കരയുകയാ. കണ്ടനങ്ങളെ നിറഞ്ഞ താടിരോളത്തിലൂടെ കണ്ണുനീരിങ്ങനെ ഒഴുകുകയാണ്. കൈകാലികൾ നിറയ്ക്കുകയാണ്. ഒരു പാപമല്ല. പടച്ചവനെ വ്യഭിചരിച്ചു. വിചാരത്തിലൂടെ ഗർഭിണിയായി. ആ കുഞ്ഞിനെ ചുമന്നുകൊണ്ട് നടന്നു. അതിനെ പ്രസവിച്ചു. അതിന്റെ കഴുത്ത് ഞെരിച്ചു കൊന്നു. അതിന്റെ കഴുത്ത് ഞെരിച്ചു കൊന്നു. എന്നിട്ട് ഏറ്റവും കൂടുതൽ പവർ കൂടിയ ഒരു സുർക്കയുടെ ഭരണിക്കകത്തിട്ട് അടച്ചു വെച്ചു. അതിനകത്ത് കടന്ന് അഴുകി. എല്ലാം അതിനകത്ത് അലിഞ്ഞ് ചേർന്നു. ജ്യൂസ് അടിക്കണ പോലായി. അല്ലാഹുവേ, ആ സമയത്ത് ജനങ്ങൾക്ക് കുടിക്കാൻ കൊടുത്തിട്ട് കാശ് വാങ്ങി ഈ പെണ്ണ്. അള്ളാന്റെ റസൂല് കരയ. പടച്ചവനെ, ഒരു പെണ്ണിന് ഇങ്ങനെ ആകാൻ പറ്റുമോ? ഒരു പെണ്ണിന് ഇങ്ങനെ ആകാൻ പറ്റുമോ? എന്തേ കാരണം? റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങള് ആ പെണ്ണിനോട് പറഞ്ഞത്, നീ ഇങ്ങനെയാകാനുള്ള കാരണം എനിക്ക് തോന്നുന്നത് ഫഇന്നി അറാ അന്നകി തറക്തി സ്വലാത്തൽ അസ്രി. ഒരൊറ്റ ചോദ്യമേ ചോദിച്ചുള്ളൂ. ഉമ്മാ, കണ്ടവന്റെ കൂടെ ഓടിപ്പോയ നിന്റെ മോള് അസർ നമസ്കരിക്കാറുണ്ടായിരുന്നു. ഞാൻ ചോദിക്കാം, നീ പറഞ്ഞിട്ട് അനുസരിക്കുന്നില്ല എന്ന് പറയുന്ന നിന്റെ മക്കൾ സ്കൂള് വിട്ട് വന്ന ഉടനെ കുളിപ്പിച്ച് ചോറും കൊടുത്ത് മദ്രസയിൽ പറഞ്ഞു വിടും, അല്ലെങ്കിൽ ട്യൂഷന് പറഞ്ഞു വിടും. നീ അസർ നമസ്കരിപ്പിക്കാറുണ്ടായിരുന്നു നിന്റെ മക്കളെ. മുത്തുനബി ആ പെണ്ണിനോട് ചോദിച്ചത്, നീ അസർ നിസ്കരിക്കാറില്ല ഇല്ലേ? അസർ നമസ്കരിക്കാത്തവരുടെ ഹൃദയം കഠിനമായി പോകും, പിന്നെ ഒരു നന്മയും കേറൂല. അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. ഉറക്കപ്പുറ അള്ളാഹു കാത്തിരക്ഷിക്കുമാറാകട്ടെ. അതാ നമുക്ക് നന്നാകാൻ പറ്റാത്ത. അതുകൊണ്ട് ഞാൻ എൻ്റെ മാതാപിതാക്കളോട് പറയുന്നു, ഒരു പെൺകുട്ടിയെ വളർത്തേണ്ടത് എങ്ങനെയാണെന്ന് സിനിമയോ സീരിയലോ നോവലോ യൂട്യൂബോ ഫേസ്ബുക്കിലോ അല്ല നോക്കേണ്ടത്. എങ്ങനെ വളർത്തണമെന്ന് നിന്റെ നബി കാണിച്ചു തന്നിട്ടുണ്ട്. അള്ളാഹുവിന്റെ പ്രവാചകൻ ഉമ്മയില്ലാത്ത ഖദീജ ബീബി മരണപ്പെട്ടതിന് ശേഷം ഫാത്തിമ എന്ന് പറയുന്ന ഒരു മകളെ വളർത്തി കാണിച്ചു തന്നു നിന്റെ നബി. നീ ആ നബിയുടെ ചരിത്രം വായിച്ചാൽ മതി. ഒരു പെൺകുട്ടി എങ്ങനെയാണ് വളർത്തേണ്ടത് എന്ന് അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ കാണിച്ചു തന്നു. അതും ഉമ്മയില്ലാത്തൊരു മോളെ, ഉമ്മയില്ലാത്ത ഒരു മകളെ പ്രവാചകൻ വളർത്തി കാണിച്ചു തന്നു. ആ വളർത്തിയത് എങ്ങനെയാണെന്ന് പഠിച്ചിട്ട് നിന്റെ മോളെ വളർത്ത്, എങ്കിലേ അല്ല നിനക്ക് സ്വർഗം തരൂ. അള്ളാഹു ഈമാൻ തരുമാറാകട്ടെ. ഉറക്കല്ല ഈമാൻ തരുമാറാകട്ടെ. അപ്പം മക്കളെ വളർത്തിയാൽ മാത്രം പോരാ, കെട്ടിച്ചു കൊടുക്കണം. ആർക്ക് കെട്ടിച്ചു കൊടുക്കണം? ഏതെങ്കിലും ഒരു പൊട്ടന്റെ കൈ പിടിച്ചു കൊടുത്താൽ സ്വർഗം കിട്ടൂല. ആയതെങ്കിലും ഒരാളുടെ കയ്യിൽ പിടിച്ചു കൊടുത്താൽ സ്വർഗം കിട്ടൂല. അതുകൊണ്ടാ മുത്തുനബി പറഞ്ഞത്, നിങ്ങളുടെ മക്കളുടെ വിവാഹം എടുക്കുമ്പോൾ നിങ്ങൾ പരിഗണിക്കേണ്ടത് 4 കാര്യം. ഒരു വാപ്പ തന്റെ പൊന്നാര മക്കളെ വിവാഹം കഴിച്ചു കൊടുക്കാൻ സമയമായാൽ നീ നോക്കണം, 4 കാര്യങ്ങൾ നീ പരിഗണിക്കണം. 1, നിന്റെ മകളെ കെട്ടുന്നവന് സൗന്ദര്യമുണ്ടോ എന്ന് നീ നോക്കണം. മരുമോന് സൗന്ദര്യമുണ്ടോ, പുതിയാപ്പിളയ്ക്ക് സൗന്ദര്യമുണ്ടോ നീ നോക്കണം. അവന് സമ്പത്തുണ്ടോ എന്ന് നോക്കണം.
അവന് സമ്പത്തുണ്ടോ എന്ന് നോക്കണം. അവൻ കുടുംബ മഹിമ, നല്ല കുടുംബത്തിലുള്ള പയ്യനാണോ നീ നോക്കണം. 4 അവന് ദീനുണ്ടോ എന്ന് നോക്കണം. ഈ 4 കാര്യം എണ്ണി പറഞ്ഞിട്ട് പ്രവാചകൻ അവസാനം പറഞ്ഞു, ഏറ്റവും കൂടുതൽ പരിഗണന സമ്പത്തിനോ സൗന്ദര്യത്തിനോ കുടുംബ മഹിമയ്ക്കോ അല്ല, ദീനിന് നീ സ്ഥാനം കൊടുക്കണേ എന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ പറഞ്ഞു, നീ ആദ്യം സൗന്ദര്യം, സമ്പത്ത്. മരിമോന് ഏക്കർ കണക്കിന് വസ്തു ഉണ്ടോ, ഗൾഫിൽ സൂപ്പർ മാർക്കറ്റ് ഉണ്ടോ, വണ്ടിയുണ്ടോ, ഇതൊക്കെയാ നോക്കണേ. ദീൻ ആരും നോക്കണില്ല. ഞാൻ എന്റെ പ്രിയപ്പെട്ട മാതാപിതാക്കളോട് പറയുകയാ, സമ്പത്ത് നോക്കിയിട്ട് മക്കളെ കെട്ടിച്ചു കൊടുക്കരുത്. ആണാണെങ്കിലും പെണ്ണാണെങ്കിലും കെട്ടിച്ചു കൊടുത്താ നിന്റെ മക്കള് കണ്ണുനീര് കുടിക്കുന്നത് നിനക്ക് കാണാം. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, ഉറക്കല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. 2 സൗന്ദര്യം. ദീനില്ലാത്ത സൗന്ദര്യമുള്ള ആണിനെയും വേണ്ട, പെണ്ണിനെയും വേണ്ട. എത്ര വലിയ ദുൽഖർ സൽമാന്റെ സൗന്ദര്യം ഉണ്ടെങ്കിലും മോളെ അള്ളാനെ പേടിയില്ലാത്തവനാണോ കൂടെ പോകരുത്. നീ കണ്ണുനീര് കുടിക്കേണ്ടി വരും. ആണുങ്ങളോട് പറയുന്നു, തൊലിവെളുപ്പ് കണ്ടുകൊണ്ട് കെട്ടാൻ നിൽക്കണ്ട. എടാ, തൊലിവെളുപ്പ് കണ്ടുകൊണ്ട് കെട്ടാൻ നിൽക്കണ്ട. അവസാനം 8ന്റെ പണി കിട്ടും. അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ, ഉറക്കപ്പുറം അള്ളാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. 3 കുടുംബ മഹിമ നോക്കും ചിലര്, ദീൻ നോക്കാറില്ല. എങ്കിലും പ്രവാചകൻ പറഞ്ഞു, നിങ്ങൾ ദീനാണ് പരിഗണിക്കേണ്ടത്. ദീനുള്ള പെണ്ണിനെ വേണം ആണുങ്ങളെ വിവാഹം കഴിക്കാൻ. പെൺമക്കള് പുതിയ പളയെ തിരഞ്ഞെടുക്കുമ്പോൾ അവന് ദീനുണ്ടോ എന്ന് നോക്കണം. അള്ളാഹു നമുക്ക് ഈമാൻ നൽകുമാറാകട്ടെ. മഹാനായ നബിയിന റസൂലുള്ളാഹി. നിങ്ങൾക്ക് മടുത്ത നിർത്തറായ എത്രയായി? 12 മണിയാറായി. സുബ്ഹാനല്ലാഹ്, എത്ര പെട്ടെന്ന് 12 മണിയാറായ. ഞാൻ എത്ര മണിക്ക് നിർത്താനാ പറഞ്ഞ? 10:30 തുടങ്ങി. 11:30. അല്ലാഹുവേ, സമയം ഒരുപാടായി. നിർത്താറായ. ആ കെട്ടിച്ചു കൊടുക്കേണ്ടത് എങ്ങനെയാണെന്ന് പറഞ്ഞിട്ട് നിർത്താം. എങ്ങനെ കെട്ടിച്ചു കൊടുത്താലും സ്വർഗ്ഗം, അതും കൂടെ കേട്ടൂടെ? എല്ലാവരും എഴുന്നേറ്റ് പെട്ടെന്ന്. അൽഹംദുലില്ലാഹ്. ആ കസേര എടുത്തോണ്ട് ഇങ്ങോട്ട് മുന്നോട്ട് വന്നേ. എഴുന്നേറ്റ് വാ, കസേര എടുത്തോണ്ട് വാ. ഇനിയിപ്പോ ജയിലിൽ പോവില്ലേ? കാണാൻ പറ്റിയില്ലെങ്കിലോ അവിടെ പെണ്ണുമ്പിള്ളയെ തന്നെ കാണാൻ കിട്ടത്തില്ല. ഭർത്താവ് വേറെ, ഭാര്യ വേറെ, മക്കള് വെളിയിൽ. അപ്പൊ അതുകൊണ്ട് എല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും കാണട്ടെ. ഇനിയിപ്പോ എവിടെ വെച്ചാ? ഇനിയിപ്പോ ഞാൻ അങ്ങ് തിരുവനന്തപുരം, ഞാൻ ചിലപ്പോ പത്തനാപുരത്തായിരിക്കും. നിങ്ങൾ ഇവിടെ ഇല്ലേ? വാ ഇങ്ങോട്ട് വാ. അൽഹംദുലില്ലാഹ്. പോണ്ടവര് ഇറങ്ങി പോണ്ട. പക്കറ്റ് പിരിവുണ്ടോ? അവിടെ ഇരിക്കട്ടെ, ചുമ്മാ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കാതെ. എല്ലാം പാവങ്ങൾ. ഇങ്ങോട്ട് വാ മനുഷ്യന്മാരെ. ദൂരെ പോയി ഇരുന്ന ഒറ്റയ്ക്ക് എവിടെ പോയി കിടക്കേണ്ടി വരും. കൂടെ അടുത്തടുത്തിരി വാ. ജയിലിൽ വെച്ച് കാണുമ്പോൾ പരിചയമെങ്കിലും പുതുക്കാമല്ലോ. വാ. അൽഹംദുലില്ലാഹ്. അല്ലാഹു പരലോകത്ത് വെച്ച് കണ്ടുമുട്ടുന്നവരിൽ നമ്മളെ പെടുത്തുമാറാകട്ടെ. ഇങ്ങോട്ട് വാ. എങ്ങനെയാ പെമ്മക്കളെ കെട്ടിക്കേണ്ടത് കേട്ടോ? ഞാൻ വിശദീകരിക്കുന്നില്ല, പെട്ടെന്ന് പറയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ മകളെ വളർത്തി. 18 വയസ്സായി ഫാത്തിമ ബീവിക്ക്. വിവാഹപ്രായമായി. എത്ര വയസ്സായി? 18 വയസ്സ്. പെമ്മക്കൾ പറയും, ഉസ്താദ് എന്റെ വാപ്പാടുത്തെന്ന് പറയാം അല്ലേ? ഫാത്തിമ ബീവിക്ക് 18 വയസ്സായി. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കെട്ടിച്ചു കൊടുക്കാൻ തീരുമാനിച്ചു. അപ്പൊ വലിയ വലിയ സമ്പന്നന്മാര് മുത്തുനബിയുടെ മുന്നിൽ വന്നിട്ട് പെണ്ണി ചോദിച്ചു. കെട്ടിച്ചു കൊടുത്തില്ല. ഒരുപാട് അബൂബക്കർ തങ്ങൾ, ഉമർ തങ്ങൾ വരെ വന്ന് ചോദിച്ചു, നബിയെ ഫാത്തിമ ഇല്ല, കെട്ടിച്ചേരൂല്ല. ഒരുപാട് പേര് വന്നു. പക്ഷെ അള്ളാന്റെ റസൂൽ ആരെയാ തെരഞ്ഞെടുത്തത്? 10ാമത്തെ വയസ്സിൽ പ്രവാചകന്റെ കൂടെ വന്ന സ്വഹാബിയാണ് മഹാനായ സയ്യിദുനാ അലി ഇബ്നു അബീ ത്വാലിബ് റളിയല്ലാഹു. 10ാമത്തെ വയസ്സിൽ നബിയുടെ കൂടെ കൂടിയതായി ചങ്ങാതി. അലിയാര് തങ്ങൾക്ക് ഫാത്തിമ ബീവി ഇഷ്ടമായിരുന്നു. സത്യം പറഞ്ഞാൽ പ്രേമൊന്നും അല്ലട്ടാ. അപ്പൊ വേണമെങ്കിൽ പറയും, അലിയാര് തങ്ങൾ ഫാത്തിമയെ പ്രേമിച്ചില്ലേ? അപ്പൊ പിന്നെ എനിക്കെന്താ? അങ്ങനെ കരുതരുത്. ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ അലിയാര് തങ്ങൾക്ക് വലിയ ഇഷ്ടമാണ്. അപ്പൊ ഒരിക്കൽ ആരോ പറഞ്ഞു, അലിയെ ഫാത്തിമയെ കെട്ടിച്ചു കൊടുക്കാൻ മുത്തുനബി കല്യാണ ആലോചനയൊക്കെ നടത്തുന്നുണ്ട്, നീ ഇങ്ങനെ നടക്ക? ഫാത്തിമ ബീവിയുടെ വിവാഹ ആലോചനകളൊക്കെ നടക്കുന്നുണ്ട് അലിയെ. സഹാബത്ത് പറഞ്ഞപ്പോ അലിയാര് തങ്ങള്, എന്നാ പോയി നബിയോട് ചോദിക്കാം, ഫാത്തിമ ബീവിയെ കെട്ടിച്ചു തരുമോ എന്ന് ചോദിക്കാമെന്ന് കരുതിയിട്ട് അലിയാര് തങ്ങള് നേരെ മുത്തുനബിയുടെ മുന്നിൽ പോയി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ മുന്നിൽ മോളെ കെട്ടിച്ചു തരുമെന്ന് ചോദിക്കാൻ പോയതാ. പക്ഷെ പ്രവാചകനെ കണ്ടപ്പോ മുട്ടിടിക്കാൻ തുടങ്ങി. അങ്ങനെയാണല്ലോ, പ്രേമിച്ച പെണ്ണിന്റെ വാപ്പായും കൂടപ്പുറപ്പരെയും കാണുമ്പോഴത്തേക്ക് പറയ്ക്കും ചിലർക്ക്.
അള്ളാന്റെ റസൂലിന്റെ വീടിന്റെ അകത്ത് കയറി ചെന്നിട്ട് അലിയാര് തങ്ങൾ മുത്തുനബിയെ കണ്ടപ്പോ മിണ്ടണില്ല. എന്താ അലിയെ? ഒന്നുമില്ല നബിയെ. നീ എന്താ ചോദിക്കാൻ വന്നതല്ലേ? ഒന്നുമില്ല നബിയെ. അള്ളാന്റെ റസൂലിന് അറിയാം അലിയാർ എന്തിനാ വന്നേ. അലിയാര് തങ്ങൾ വന്നത് എന്തിനാണെന്ന് പ്രവാചകൻ അറിയാം. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ അങ്ങോട്ട് ചോദിച്ചു, അലിയെ ഫാത്തിമയെ കല്യാണം കഴിക്കുക. മുത്തുനബി അങ്ങോട്ട് ചോദിച്ചു, എന്റെ ഫാത്തിമയെ നീ വിവാഹം കഴിക്കോ? സുബ്ഹാനല്ലാഹ്. ഇന്നത്തെ അലിയാര് തങ്ങൾക്ക് ഉണ്ടായൊരു സന്തോഷം ഇന്നത്തെ കുട്ടികൾ പറയണ കണക്കിന് ഒരു 10 ലഡു മനസ്സിൽ ഒരുമിച്ച് പൊട്ടിയിട്ടുണ്ടാവും അലിയാര് തങ്ങൾക്ക്. അത്ര ഇഷ്ടമല്ലേ ഫാത്തിമയെ? അള്ളാന്റെ റസൂൽ വെച്ച് എന്റെ മോളെ നീ വിവാഹം കഴിക്കോ അലിയെ? അലിയാര് തങ്ങൾ തലകുനിക്കി. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, മഹർ കൊടുക്കാൻ നിന്റെ കയ്യിൽ എന്തുണ്ടെന്ന്. അലിയാര് തങ്ങളോട് വെച്ച് കല്യാണം കഴിക്കുമ്പോൾ മഹർ കൊടുക്കണം, നിന്റെ കയ്യിൽ എന്തുണ്ട്? അലിയാര് തങ്ങൾ പറഞ്ഞു, എന്റെ കയ്യിൽ ഒന്നുമില്ല നബിയെ. അല്ലാതെ കല്യാണത്തിന് പെണ്ണ് കാണാൻ പോകുമ്പോ ചോദിക്കും എന്തുണ്ട്? എനിക്ക് ഗൾഫിൽ 2 സൂപ്പർ മാർക്കറ്റ്, കപ്പൽ എന്റേതാ, ഫ്ലൈറ്റ് എന്റേതാ, കള്ളത്തരൊന്നും പറയുന്നില്ല. അലിയാര് തങ്ങൾ ഉള്ളതങ്ങ് പറഞ്ഞു, നബി 5 നയാ പൈസ എന്റെ അടുത്ത് എടുക്കാനില്ല. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, ബക്കറ്റ് ബിരിവൻ ആയില്ലപ്പാ, നിങ്ങൾ വാ, സമയമായില്ല. ഞാൻ പറയാം, ഇരിക്ക, നിങ്ങൾ കയറി വാ, ആ പൈസയും പിടിച്ചോ പയ്യന്റെ ഓമനെ, നിങ്ങൾ കയറി ഇവിടെ വാ. അലിയാര് തങ്ങളോട് ചോദിച്ചു, അലിയ നിന്റെ കയ്യിൽ എന്തെങ്കിലും ഉണ്ടോ? ഒന്നുമില്ല നബിയെ. റസൂലുള്ളാഹി തങ്ങൾ ചോദിച്ചു, ഞാൻ നിനക്കൊരു പടയങ്കി വാങ്ങിച്ചു തന്നിട്ടുണ്ടായിരുന്നല്ലോ. ഉണ്ട് നബി. എവിടെ? വീടിനകത്ത് ഇരിപ്പുണ്ട് നബിയെ. കൊണ്ട് വിറ്റായി എത്ര രൂപ കിട്ടും? ഒരു 400 ദിർഹം കിട്ടും നബിയെ. എന്നാ കൊണ്ടുപോയി വിറ്റിട്ട് വാ. അലിയാര് നിങ്ങൾ പടയങ്കി എടുത്തുകൊണ്ട് കമ്പോളത്തിൽ പോയിട്ട് ഇങ്ങനെ കാത്തു നിൽക്കുക വിൽക്കാൻ വേണ്ടി. ആരെയും കിട്ടുന്നില്ല. കുറച്ചു കഴിഞ്ഞപ്പോ ഒരാള് വന്നിട്ട് ചോദിക്കുന്ന, അലിയെ എന്താ ഇവിടെ നിക്കണേ? ആരാ? മഹാനായ സയ്യിദുനാ ഉസ്മാൻ റളിയല്ലാഹു തആല, പ്രവാചകന്റെ ആദ്യത്തെ പുതിയാപ്ലയാ, അള്ളാന്റെ റസൂലിന്റെ ആദ്യത്തെ മരുമോനാ. എന്താ അലി ഇവിടെ നിക്കണേ? ഫാത്തിമ ബീവിക്ക് മഹർ കൊടുക്കണം, പൈസ ഇല്ലാത്തത് കാരണം പടയങ്കി വിൽക്കാൻ പറഞ്ഞു വിട്ടതാ. എത്ര രൂപ വേണം? 400 ദിർഹം ഉണ്ടെങ്കിൽ ഞാൻ വിൽക്കും. മേടിച്ചു. എന്നാ പൈസ അങ്ങോട്ട് കൊടുത്തു. എന്നിട്ട് പറഞ്ഞു, ഈ പ്രായമുള്ള എനിക്ക് എന്തിനാ പടയെങ്കിൽ? നീ ഒരു യോദ്ധാവല്ലേ, നിനക്ക് തന്നെ ഇരിക്കട്ടെ. 2 കൈ കൊടുത്തു. നേരെ അലിയാര് തങ്ങൾ 400 ദിർഹവുമായിട്ട് മുത്തുനബിയുടെ മുന്നിൽ പോയി. അള്ളാന്റെ റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ കയ്യിൽ 400 ദിർഹം വെച്ചു കൊടുത്തു. പ്രവാചകൻ ചോദിച്ചു, അലിയെ വലീമ കൊടുക്കണമല്ലോ കല്യാണം കഴിഞ്ഞ, നാട്ടുകാർക്ക് ഭക്ഷണം കൊടുക്കണമല്ലോ, ഇതൊക്കെ ഇസ്ലാമിലുണ്ട്. അതെപ്പോഴാ കൊടുക്കണ്ടേ? അവിടെയാ വിഷയം. എപ്പോഴാ വലീമ കൊടുക്കേണ്ടത്? ഉസ്താദിനോട് ചോദിക്കണം കേട്ടാ. വലീമ കൊടുക്കല് സുന്നത്തിന്റെ പ്രതിഫലം കിട്ടും. എപ്പോഴാ കൊടുക്കേണ്ടത് ഉസ്താദിനോട് ചോദിക്കണം. കെട്ടിയ ഉടനെ അങ്ങോട്ട് ബിരിയാണി വിളമ്പലല്ല അവിടെ മനസ്സിലാക്കേണ്ടത്. കല്യാണം കഴിഞ്ഞ ഉടനെ മട്ടൻ ബിരിയാണി പ്രതിഫലം കിട്ടുമോന്ന് ഉസ്താദ്മാരോട് ചോദിക്കണം. അലിയാര് ഞങ്ങളോട് ചോദിച്ചു, വലീമ കൊടുക്കണ്ടേ? ഒന്നുമില്ല നബിയെ. അപ്പൊ സഅദ് റളിയല്ലാഹു തആല അൻഹു പറഞ്ഞു, നബിയെ എന്റെ വീട്ടിൽ ഒരു ആട് നിൽക്കുന്നുണ്ട്, ഞാൻ അലിക്ക് കൊടുക്കാം. വേറെ 3 സ്വഹാബികൾ പറഞ്ഞു, ഗോതമ്പ് മാവ് ഞങ്ങളുടെ കയ്യിലുണ്ട്, ഞങ്ങൾ തരാം. ആരുടെ കല്യാണം? മുത്തുനബിയുടെ മോളെ കല്യാണം. നമ്മുടെ വീട്ടിൽ നടക്കുന്ന കല്യാണം കണ്ടിട്ടുണ്ടോ? ഈ പറയുന്നത് ആരുടെ കല്യാണം? സഅദ് റളിയല്ലാഹു തആല അൻഹു ഒരു ആടിനെ കൊടുത്തു. 3 സ്വഹാബികൾ ഗോതമ്പ് മാവ് കൊടുത്തു. അലിയാര് തങ്ങളുടെ വലീമ നടത്താൻ. വീടിന്റെ അകത്തിരുന്ന പടയങ്കി വിറ്റിട്ട മഹറിന്റെ പൈസ ഉണ്ടാക്കിയേ. അല്ലാഹു അഅലം. നമ്മള് ഇന്നത്തെ വിവാഹം, ഇതാ വിവാഹം. നിങ്ങളാരും പിരിവിന് നടക്കണമെന്നൊന്നും ഞാൻ പറയുന്നില്ല. എത്ര ലക്ഷത്തിന്റെ ചോറ് വേണമെങ്കിലും വെച്ചോ, എത്ര ലക്ഷക്കണക്കിന് രൂപ കൊടുത്തു സ്വർണം വാങ്ങിക്കൊടുത്തോ, കോടിക്കണക്കിന് രൂപയുടെ കാറ് വാങ്ങിക്കൊടുത്തോ, നാട്ടുകാരെ മുഴുവനും വിളിച്ചോ, ഒരു പ്രശ്നവും ഇല്ല. പിന്നെയും ആവശ്യമില്ലാത്ത കുറെ ചെലവുണ്ടല്ലോ, അത് വേണ്ട. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ കല്യാണം കഴിഞ്ഞു, വിവാഹം കഴിഞ്ഞു. എന്റെ പ്രിയപ്പെട്ടവരെ, വിവാഹത്തിന് മുമ്പ് അലിയാര് തങ്ങൾക്ക് സ്വന്തമായിട്ട് വീടില്ലാത്തത് കാരണം പ്രവാചകരും സഹാബികളും കൂടെ ഈന്തപ്പൻ ഓല കൊണ്ടൊരു ചെറിയ റൂം പണിതു. ഈന്തപ്പന ഓല കൊണ്ടൊരു ചെറിയ റൂം പണിതു. താത്തമാരൊക്കെ കേട്ടോണം കേട്ടാ. ഈ കഥ നിന്റെ മോക്ക് പറഞ്ഞു കൊടുക്കണം, പാപ്പ കെട്ടിച്ചു വിടുന്നതിന് മുമ്പ് പറഞ്ഞു കൊടുക്കണം. അങ്ങനെ ഫാത്തിമ ബീവിയുടെയും അലിയാര് തങ്ങളുടെയും കല്യാണം കഴിഞ്ഞു. എടാ ചെറുപ്പക്കാരാ, ദീനുള്ള പെണ്ണിനെ കെട്ടണമെന്ന് പറയുന്ന എന്തിനാന്ന് മനസ്സിലാക്കിക്കും. സഹോദരി, ദീനുള്ള ഒരാണിന്റെ കൂടെയേ ജീവിക്കാൻ പാടുള്ളൂ എന്ന് പറയുന്നതിന്റെ കാരണം നീ കേട്ടോ. അള്ളാഹുവിന്റെ പ്രവാചകന്റെ പൊന്നുമോളുടെ കല്യാണം കഴിഞ്ഞു. 2 പേരും കൂടെ ആദിരാത്രി പോവാ.
അലിയാരിതങ്ങളും ഫാത്തിമ ബീവി റളിയല്ലാഹു തആല അൻഹ രണ്ടുപേരും കൂടെ നിക്കാഹ് കഴിഞ്ഞിട്ട് പടച്ചവനെ രണ്ടുപേരും അവരുടെ മണിയറയിലേക്ക് കടന്നു പോവുകയാണ്. രണ്ടുപേരും മണിയറയ്ക്കകത്തേക്ക് കടന്നു ചെന്നു. അലിയാര് ഞങ്ങളുടെ പുതിയ വീടിന്റെ അകത്ത് കയറി. അലിയാര് ഞങ്ങളുടെ വീടിന്റെ വാതിലടച്ചു. ആ വീടിന്റെ അകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്കം നനയ്ക്കുകയാണ്. ദീനുള്ള ഒരു പെണ്ണിന്റെ ചരിത്രം കേൾക്കൂ. വീടിന്റെ അകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്ക് ാര് നിങ്ങൾ വല്ലാത്ത ഹാപ്പിയില. കാരണം മണിയറയാ, ആദിരാത്രിയാ, അല്ലാഹുവിന്റെ റസൂലിന്റെ പൊന്നുമോള. യാര് ഞങ്ങൾ ചിരിക്കുന്ന മുഖത്തോടെ മണിയറയ്ക്കകത്ത് നിൽക്കുമ്പോ സമയനാ സൗതൻ ഹനീന. അതിരാത്രിയിൽ ഒരു തേങ്ങൽ കേൾക്കുകയാണ്. മണിയറയ്ക്കകത്തൊരു തേങ്ങൽ കേൾക്കുകയാ. അടിയാര് നിങ്ങൾ അത്ഭുതപ്പെട്ടു. ആരാ പടച്ചവര്? മണിയറയ്ക്കകത്തിരുന്ന് കരയുന്നതാരാണ്? അടിയാര് നിങ്ങൾ ചെന്ന് നോക്കുമ്പോ ഫാത്തിമ ഇരുന്ന് കരയുകയാണ്. ഫാത്തിമ ബീവിയുടെ കണ്ടടങ്ങൾ നിറഞ്ഞു വീഴുകയാണ്. അടിയാര് നിങ്ങൾ ചോദിക്കുന്നു, ഫാത്തിമ എന്നെ ഇഷ്ടമായില്ലേ ഫാത്തിമ? ഞാൻ പാവപ്പെട്ടവനായത് കൊണ്ടാണോ ഫാത്തിമ നീ എന്തിനാണ് കരയുന്നത്? ഫാത്തിമ പറഞ്ഞു, ഒരിക്കലും അങ്ങനെ പറയരുത്. നിങ്ങളെ എനിക്ക് വല്ലാത്ത ഇഷ്ടമാണ്. ഏതൊരു പെണ്ണും കൊതിക്കുമല്ലോ. ഏതൊരു പെണ്ണുമലിയെ നിങ്ങളെ ഇഷ്ടപ്പെടുമല്ലോ. എനിക്ക് നിങ്ങളെ വല്ലാത്ത ഇഷ്ടമാണ്. പിന്നെ എന്തിനാണ് ഫാത്തിമ നീ കരയുന്നത്? ഫാത്തിമ ഒന്നും മിണ്ടിയില്ല. ഫാത്തിമയൊന്നും മിണ്ടുന്നില്ല. പിന്നെയും അലിയാര് നിങ്ങൾ ചോദിച്ചു, നീ എന്തിനാ കരയുന്നത്? അയ്യേ, ഈ മണിയറയ്ക്കകത്ത് കത്തിച്ചു വെച്ചിരിക്കുന്ന വിളക്ക് പെട്ടെന്ന് അണച്ചപ്പോ ഈ മണിയറ മുഴുവനും, ഈ റൂം മുഴുവനും വല്ലാത്ത ഇരുള് വന്നല്ലോ. ഇരുട്ട് കണ്ടപ്പോ എനിക്ക് ഓർമ്മ വന്നത് എന്തെന്നറിയുമോ? എന്നെ എല്ലാവരും കൂടെ കുളിപ്പിച്ച് പള്ളിപ്പറമ്പിലെ കുടിക്കകത്ത് കൊണ്ടുപോയി മലർത്തി കിടത്തിയിട്ട് പലകയെടുത്ത് നിരത്തിയിട്ട് മണ്ണിട്ട് മൂടിയിട്ട് പോകുമ്പോ ആ കബറിന്റെ അകത്ത് വല്ലാത്ത ഇരുളാടല്ലോ. എന്റെ കബറിന്റെ അകത്ത് വെളിച്ചമില്ലല്ലോ. അവിടെ വല്ലാത്ത ഇരുട്ടാണല്ലോ. മണിയറയ്ക്കകത്ത് കത്തിച്ചു വെച്ചിരുന്ന വിളക്കണച്ചപ്പ കബറ് ഓർമ്മ വന്നു. യാര് തങ്ങളെ നോക്കുമ്പോ ഫാത്തിമയിരുന്ന് കരയുകയാ. യാര് തങ്ങൾ പറഞ്ഞു, കരയല്ലേ ഫാത്തിമ, ഇന്ന് നമ്മുടെ മണിയറയാണ്, ഇന്ന് നമ്മുടെ അതിരാത്രിയാണ്. മണിയറയ്ക്കകത്തിരുന്ന് കരയുകയാണോ ഫാത്തിമ? അടിയാര് തങ്ങൾ ചോദിക്കുമ്പോ ഫാത്തിമ ബീവി റളിയല്ലാഹു തആല കരഞ്ഞുകൊണ്ട് പറയുന്നു, അലിയേ, മണിയറ ഇവിടെയല്ല, മണിയറ ഒരുക്കേണ്ടത് ഇവിടെയല്ല. എവിടെയാണ് യഥാർത്ഥ മണിയറയെന്നറിയോ? എവിടെയാണ് മണിയറ ഒരുക്കേണ്ടതെന്നറിയോ? അൽ ഖബറു അവ്വലു മൻസിലിൻ മിൻ മനാസിലിൽ ആഖിറ. പുതുമണവാളനോട് മണവാട്ടി പറഞ്ഞു കൊടുക്കുന്നു, അലിയേ, എന്തിനാ ഫാത്തിമ മണിയറയ്ക്കകത്തിരുന്ന് കരയുന്നത് എന്ന് ഭർത്താവ് ചോദിച്ചപ്പോ ഭാര്യ പറയുന്നു, ഇവിടെയല്ല മണിയറ, പള്ളിപ്പറമ്പിലെ കബറിന്റെ അകത്താ മണിയറ പിടിക്കേണ്ടത്. അവിടെയല്ലേ മണിയറ വേണ്ടത്, അവിടെയല്ലേ മണിയറയാക്കേണ്ടത്. അലിയേ, അതിനകത്ത് മണ്ണാണ് അലിയേ, കബറ് ഞെരിക്കും അലിയേ, കബറ് ഇടുങ്ങിയതാലിയേ, അതിനകത്ത് പാമ്പുകളും തേടുകളും ഉണ്ടറിയേ. മണിയറയ്ക്കകത്ത് കയറി വന്ന ഭർത്താവിനോട് പഠിച്ചവനെ വിഭാഗത്തിന്റെ ഒന്നാമത്തെ രാത്രി കബറിനെ കുറിച്ച്, കബറിന്റെ ഏകാന്തതയെ കുറിച്ച്, കബറിന്റെ ഞെരുക്കത്തെ കുറിച്ച്, കബറിന്റെ അദാബിനെ കുറിച്ച് തന്റെ പ്രിയപ്പെട്ട ഭർത്താവിനോട് പറഞ്ഞിട്ട് പറയുകയാ, ഇന്ന് ജീവിതത്തിൽ ഏറ്റവും സന്തോഷമുള്ള രാത്രിയാ. അതുകൊണ്ട് അലിയേ, നമുക്കിവിടെ വിരിച്ചിട്ട് നിസ്കരിക്കാം, നമുക്കൊരുമിച്ച് നമസ്കരിക്കാം, നമുക്കൊരുമിച്ചിരുന്ന് തൗബ ചെയ്യാം, നമുക്കിവിടെ ഇരുന്ന് ഖുർആൻ ഓതാം. നമ്മുടെ മണ്ണറ മണിയറയാക്കാം, നമ്മുടെ മണ്ണറ മണിയറയാക്കാം. ചെറുപ്പക്കാരാ,
മണിയറയ്ക്കകത്തേക്ക് കടന്നു വന്ന പ്രിയപ്പെട്ട ഭർത്താവിനോട് ഖബറിനെ കുറിച്ച് പറഞ്ഞ് കരയിപ്പിച്ചിട്ട് ആ രാത്രി മുഴുവനും മണ്ണറ മണിയറയാക്കാൻ പരിശ്രമിച്ച പെണ്ണാണ് ഫാത്തിമ. അതുകൊണ്ട് ചെറുപ്പക്കാരോട് പറയുകയാ, ഫോൺ നമ്പർ തരാൻ, ചിരിച്ചു കാണിക്കാനും ഇറങ്ങി വരാനും 100 പെണ്ണുങ്ങളെ കിട്ടുമടാ ചെറുപ്പക്കാരാ. കൊണ്ടുവരല്ലേടാ, വിളിച്ചോണ്ട് വരല്ലേ മോനെ. ദീനുള്ളവളെ കെട്ടടാ. ദീനുള്ള പെണ്ണിനെ ഭാര്യയായിട്ട് കിട്ടണമെങ്കിൽ യോഗം വേണമടാ. അതിനൊരു പുണ്യം ചെയ്യണം ചെറുപ്പക്കാരാ, അതിനൊരു ഭാഗ്യം വേണം ചെറുപ്പക്കാരാ. ദീനുള്ള പെണ്ണിനെ കിട്ടിയ വിവാഹത്തിന്റെ സർവ ആർഭാടങ്ങളും ആഘോഷങ്ങളും കഴിഞ്ഞ് പാതിരാത്രി മണിയറയ്ക്കകത്തേക്ക് കടന്നിടുന്നുണ്ടോ പുതുമണവാട്ടി മണിയറയ്ക്കകത്തിരിക്കുകയാണ്. മണിയറയ്ക്കകത്ത് കയറി ചെല്ലുന്ന ഭർത്താവിനോട് പുതിയ പെണ്ണ് ചോദിക്കുന്നു, ആഘോഷങ്ങളൊക്കെ കഴിഞ്ഞില്ലേ, അഴിച്ചുപൊടിയെല്ലാം കഴിഞ്ഞില്ലേ, ഇക്കാല തിരക്കുകളൊക്കെ തീർന്നില്ലേ, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും മനോഹരമായ ദിവസമല്ലേ, അതുകൊണ്ട് പോയി ഒന്നുപെടുത്തിട്ട് വായിക്കാ. ഈ മണിയറയ്ക്കകത്ത് മുസല്ല വിരിച്ചിട്ട് ഇമാമത്ത് നിൽക്കുമോ, ഞാനിക്കാടെ പുറകിൽ നിന്ന് നിസ്കരിക്കട്ടെ, നമുക്കൊരു ശുക്രന്റെ നിസ്കാരം നിസ്കരിക്കാം. പുതിയ പെണ്ണ് ഭർത്താവിനോട് പറയുകയാ, ഇക്കാ ഒലുവെടുത്തിട്ട് വാ, നമുക്ക് രണ്ടുപേർക്കും കൂടെ മണിയറക്കകത്തിരുന്നിട്ട് നമുക്ക് അല്ലാഹുവിന്റെ മുന്നിൽ 2 റക്അത്ത് ജമാഅത്തായി നിസ്കരിക്കാ. ഇക്ക നിസ്കരിക്ക്, ഞാൻ പുറകിൽ നിന്ന് നിസ്കരിക്കാ, ശുക്രിന്റെ നമസ്കരിക്കാ. ദീനുള്ള പെണ്ണു ഭർത്താവിനോട് പറഞ്ഞു കൊടുക്കും. അവസാനം ഒലുവെടുത്തിട്ട് രണ്ടുപേരും മണിയറക്കകത്തിരുന്ന് നിസ്കരിക്കും. നിസ്കാരം കഴിയുമ്പോ ഭർത്താവിന്റെ കയ്യിൽ പിടിച്ചിട്ട് ഭാര്യ പറയുന്നു, ഇക്കാ നമ്മൾ രണ്ടുപേരും ഒരുപാട് പാപം ചെയ്തവരാ, ഇന്നലെ വരെ ഞാനും നിങ്ങളും ഒരുപാട് പാപം ചെയ്തു, ഇന്ന് മുതൽ പുതിയ ഒരു ജീവിതം തുടങ്ങുകയല്ലേ, അതുകൊണ്ട് ഈ പായിലിരുന്നിട്ട് കരഞ്ഞുകൊണ്ട് തൗബ ചെയ്യിക്ക. മണവാട്ടി മണിയറയ്ക്കകത്ത് വെച്ച് ദീനുള്ള പെണ്ണാണെങ്കിൽ ഭർത്താവിനോട് പറയും, ഇക്കാ ഈ മണിയറയ്ക്കകത്തിരുന്ന് തൗബ ചെയ്യ്, ഞാൻ ആമീൻ പറയാ. ഭർത്താവ് മണിയറയ്ക്കകത്ത് മുസല്ല വിരിച്ചിട്ട് ചെയ്തു പോയ പാപങ്ങൾ അല്ലാഹുവിന്റെ മുന്നിലേറ്റു പറയുമ്പോ പുതിയ പെണ്ണ് പുറകിലിരുന്നിട്ട് നെഞ്ചു പൊട്ടിയിട്ടാമീൻ പറയുകയാണ്. അവിടെ ഇരുന്ന് തൗബ ചെയ്തു, ദുആ ചെയ്ത് കഴിയുമ്പോ ദീനുള്ള ഭർത്താവിനോട്, ദീനുള്ള പെണ്ണ് ഭർത്താവിനോട് പറയുന്നു, അലിയാര് തങ്ങളുടെ വീട്ടിൽ ഒരാടിന്റെ തോലുണ്ടായിരുന്നു, ഒരാടിന്റെ തോല്. ഈ ആടിന്റെ തോല് വിരിച്ചിട്ട് അലിയാര് തങ്ങളും ഫാത്തിമ ബീവിയും കടന്നുറങ്ങും. ഒരാടിന്റെ തോലിന്റെ മുകളിൽ, അത് കല്ലിന്റെ മുകളിൽ വിരിച്ചിട്ട് രണ്ടുപേരും കൂടെ കെട്ടിപ്പിടിച്ച് കടന്നുറങ്ങും. രാവിലെ ആയാൽ അലിയാര് തങ്ങൾ ഈ തോലെടുത്തിട്ട് അലിയാര് തങ്ങൾക്കൊരു കുതിരയുണ്ട്, അതിന്റെ മുന്നിൽ കൊണ്ടുവെക്കും. ഈ ആടിന്റെ തോല് കൊണ്ടുപോയി കുതിരയുടെ മുന്നിൽ വെച്ചിട്ട് തീറ്റി വാരിയിട്ട് കൊടുക്കണം. അതിനകത്താണ് ആ കുതിര വെള്ളം കുടിക്കണത് ഈ തോലിന്റെ മുകളിൽ ഒഴിച്ചിട്ടാണ്. രാത്രിയായ ഇത് കഴുകി വിരിച്ചു കിടക്കും, രാവിലെയായ തീറ്റിയിടാൻ കൊണ്ടുവെക്കും. ഇതായിരുന്നു ഫാത്തിമ ബീവിയുടെ മണിയറ. ഇതായിരുന്നു ഫാത്തിമ. ലോകത്തിന്റെ റാണി ഉണ്ടല്ലോ, സ്വർഗത്തിന്റെ റാണി, ആ റാണിയുടെ മണിയറ ഇതായിരുന്നു. പൊന്നുമോളെ വിവാഹം കഴിച്ചു കൊടുത്തതിന് ശേഷം ഒരു ദിവസം കാണാൻ പോയി വാപ്പ. നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പൊന്നാര മകളുടെ വീട്ടിൽ പോയപ്പോ ഇരുന്ന് വാപ്പാനെ കണ്ടതും ഫാത്തിമ ബീവി കരയാൻ തുടങ്ങി. എന്തേ മോളെ കരയണേ? ഭക്ഷണം കഴിച്ചിട്ട് 3 ദിവസമായി വാപ്പ പട്ടിണിയാ. കെട്ടിച്ചു വിട്ട മകള് വാപ്പാനോട് പറയാ, വല്ലതും കഴിച്ചിട്ട് 3 ദിവസമായി വാപ്പ, എനിക്കൊട്ടും വയ്യ. നമ്മളാണെങ്കിൽ പറയും, എല്ലാം വാരി കെട്ടിക്കോ, പോകാം, പൊറുതിയൊക്കെ മതി, വാ മോളെ, അടുത്ത വണ്ടി കയറ്റി വീട്ടിൽ കൊണ്ടുവരും. ഫാത്തിമ ബീവി കരളിന്റെ കഷ്ടമെന്ന് മുത്തുനബി പറഞ്ഞ പൊന്നുമോള് വാപ്പാനോട് പറയാ, വല്ലതും കഴിച്ചിട്ട് 3 ദിവസമായി വാപ്പ. കരഞ്ഞോണ്ട് പറഞ്ഞപ്പോ മുത്തുനബി പറഞ്ഞ എന്തെന്നറിയോ? ഇനി വാ മോളെ, ഇനി വാ. തന്റെ പൊന്നാര മകളെ അടുത്ത് വിളിച്ചിട്ട് പറഞ്ഞു, വലിയ അബീകാറുബാവും, നീ വല്ലതും കഴിച്ചിട്ട് 3 ദിവസമല്ലേ ആയുള്ളൂ, ഞാൻ 4 ദിവസമായി മോളെ എന്തെങ്കിലും തിന്നിട്ട്. അതാ വാപ്പ.
മോള് പറഞ്ഞു കൊടുത്തു, വാപ്പ ഞാൻ വല്ലതും കഴിച്ചിട്ട് 3 ദിവസമായി. വലിയ അബീക്ക് അർബാവൂ, നിന്റെ ഉപ്പ വല്ലതും തിന്നിട്ട് 4 ദിവസമായി മോളെ. ഫാത്തിമ ബീവി കെട്ടിപ്പിടിച്ചിട്ട് കരയാ, എന്റെ ഉപ്പാനോട് ഞാൻ പരാതി പറഞ്ഞല്ലോ അല്ലാഹ്. അങ്ങനെ വേണം മോളെ വളർത്താൻ, അങ്ങനെ വേണം മോളെ വളർത്താൻ. ആ വാപ്പായി മോളും തമ്മിലുള്ള ബന്ധം, വാപ്പായോട് പെമ്മക്കൊക്കെ വലിയ സ്നേഹവാ. ഉമ്മയോടല്ല സ്നേഹം പെമ്മക്കൊക്കെ, വാപ്പാമാരോട് വലിയ സ്നേഹവാ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ മരിക്കാൻ കിടക്കുമ്പോ, രോഗം പിടിച്ചിട്ട് വീടിന്റെ അകത്ത് കിടക്കുമ്പോ ഫാത്തിമ കാണാൻ വന്നു. വാപ്പാടെ കിടപ്പ് കണ്ടപ്പോ ഫാത്തിമ കരയാൻ തുടങ്ങി, സഹിക്കാൻ പറ്റണില്ല. പൊന്നുമോളെ അടുത്ത് വിളിച്ചു. പൊന്നുമോളെ അടുത്ത് വിളിച്ചിട്ട് ഫാത്തിമ ബീവിയോട് മുത്തുനബി പറഞ്ഞു, ഫാത്തിമ, ഉപ്പാടെ മരണം അടുത്തു മോളെ, ഒരുപാട് അടയാളങ്ങളൊക്കെ കാണുന്നു. പാപ്പാടെ മരണം അടുത്ത്, മോള് കരയരുത് കേട്ടാ. മുത്തുനബി അങ്ങോട്ട് പറയുമ്പോ ഫാത്തിമ ഒരൊറ്റ നിലവിളിയാ. റസൂലുള്ളാഹി തങ്ങൾ പറഞ്ഞു, എന്റെ മരണം അടുത്തു ഫാത്തിമ, ഞാൻ പോവാ, എന്റെ മോള് കരയരുതെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് സഹിക്കാൻ പറ്റിയില്ല. ഫാത്തിമയ്ക്ക് പൊട്ടി അങ്ങോട്ട് കരഞ്ഞു. അങ്ങനെ വാ പൊത്തി പിടിച്ചിട്ട് ഫാത്തിമ കരയാ. തന്റെ പൊന്നാര മകള് കരയുന്നത് കണ്ടപ്പോ വിളിച്ചു, ആ മോളെ. പിന്നെ അടുത്ത് വിളിച്ചു. അപ്പൊ ഒരു രഹസ്യം പറയട്ടെ ഫാത്തിമ, അല്ലേ ഉപ്പാ, ഞാൻ പോയാ എന്റെ മോള് തൊട്ടു പുറകിലുണ്ട് കേട്ടോ, അടുത്ത നീയാ ഫാത്തിമ. റസൂലുള്ളാഹി തങ്ങൾ ഫാത്തിമ ബീവിയുടെ ചെവിയിൽ പറഞ്ഞു കൊടുത്ത രഹസ്യം എന്തെന്നറിയോ? വാപ്പാടെ തൊട്ടു പുറകിൽ മോളും ഉണ്ട് കേട്ടാ. ഞാൻ മരിച്ചതിന് ശേഷം എന്റെ കുടുംബത്തിൽ ആദ്യം മരിക്കുന്നത് നീയാ മോളെ. ഒരൊറ്റ ചിരിയാ ഉപ്പാ. പാപ്പ മോളോട് മരിക്കുമെന്ന് പറഞ്ഞപ്പോഴും ഫാത്തിമ ചിരിച്ചു. ആയിഷാ ബീവി റളിയല്ലാഹു തആല അൻഹ ചോദിച്ചു, എന്താ ഫാത്തിമ, വാപ്പ പറഞ്ഞ രഹസ്യം എന്താ? ഞാൻ പറയൂല, എന്റെ ഉപ്പ എന്നോട് പറഞ്ഞ രഹസ്യം ഞാൻ പറയൂല. അതാ വാപ്പയും അമ്മയും വാപ്പയും മകളും തമ്മിലുള്ള ബന്ധം. അല്ലാഹുവേ, ഒരു ആടിന്റെ തോല് വിരിച്ചിട്ട രണ്ടുപേരും കടന്ന് അടിയില്ലായിരുന്നു പെങ്ങളെ. തമ്മിലടിയോ വഴക്കോ ബഹളവോ പിണക്കോ ഈഗോയോ ഒന്നുമില്ലായിരുന്നു. കുറ്റപ്പെടുത്തലോ കളിയാക്കലോ തല്ലലോ ഒന്നുമില്ല. ആ ഓലഷെഡിന്റെ അകത്ത് ഫാത്തിമയും മരിയാര് തങ്ങളും 2 മക്കളും എത്ര കൊല്ലം ജീവിച്ചെന്നറിയോ? അവര് പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും അടിയും വഴക്കും ബഹളവും ഒന്നുമില്ല. രണ്ടുപേരും ജീവിച്ചു ഒരുപാട് വർഷം. അവസാനം മരിക്കുന്നതിന്റെ തലേ ദിവസം അലിയാര് തങ്ങളുടെ മടിയിൽ തല വെച്ചിട്ട് ഫാത്തിമ ബീവി കടന്നു. എന്നിട്ട് കയ്യെ പിടിച്ചിട്ട് പറഞ്ഞു, ഞാൻ പോവാ, എനിക്ക് പൊരുത്തപ്പെട്ടു തരണം. എന്റെ മരണം അടുത്തു അലിയെ, ഞാൻ പോവാ അലിയെ. ഫാത്തിമ, എന്നെ ഒറ്റക്കിട്ടിട്ട് നീ പോവാണോ ഫാത്തിമ? സഹിക്കണില്ല അലിയാര് തങ്ങൾക്ക്. അലിയാര് തങ്ങളോട് ഫാത്തിമ പറഞ്ഞെന്തെന്നറിയോ? ഞാൻ മരിച്ച എന്നെ കൊണ്ടുപോയി പകല് കബറടക്കരുത്, എന്നെ രാത്രിയിലെ കബറടക്കാവും. അലിയാര് തങ്ങൾ ചോദിച്ചു, എന്തേ ഫാത്തിമ പകല് കബറടക്ക? വേണ്ട, എന്നെ രാത്രി കബറടക്കാ മതി. എന്തേ ഫാത്തിമ? അലിയേ, എന്റെ ശരീരം നിങ്ങളല്ലാതെ വേറെ ഒരാളും കണ്ടിട്ടില്ല. എന്റെ ശരീരം നിങ്ങളല്ലാതെ വേറെ ഒരാളും കണ്ടിട്ടില്ല. എന്നെ പകലാണ് കബറടക്കുന്നതെങ്കിൽ എന്റെ മയ്യത്ത് പൊതിയുന്നത്, എന്റെ മയ്യത്ത് ചുമക്കുന്നത്, എന്റെ മയ്യത്ത് കബറിൽ ഇറക്കി വെക്കുന്നത് അന്യപുരുഷന്മാരാ. ഈ വെള്ള തുണിയും പൊതിഞ്ഞിട്ട് എന്നെ ഇങ്ങനെ കൊണ്ടുപോകുമ്പോ അവരെന്റെ ശരീരത്തിന്റെ വടിവ് കാണുന്നത് എനിക്കിഷ്ടമല്ല അലിയെ. മയ്യത്ത് കൊണ്ടുപോയി കബറിൽ ഇറക്കി വെക്കുന്ന സമയത്ത് പോലും ഒരാള് എന്റെ ശരീരം കാണുന്നത് എനിക്കിഷ്ടമല്ല. അലിയാര് തങ്ങളോട് ഫാത്തിമ ബീബി പറഞ്ഞു, അതുകൊണ്ട് എന്നെ രാത്രി ഖബറടയ്ക്കാൻ മതി. സ്നേഹനിധിയായ ദീനുള്ള പെണ്ണാണെങ്കിൽ അവള് മരിക്കുന്നതിന് മുമ്പ് ഭർത്താവിന്റെ കയ്യെ പിടിച്ചിട്ട് പറയിക്ക, ഇത്രയും കാലം എന്റെ ഔറത്തൊരാണും കണ്ടിട്ടില്ല, ഒരന്യ പുരുഷനും എന്റെ ശരീരം കണ്ടിട്ടില്ല. ഇക്ക, ഞാൻ മരിച്ച നാട്ടുകാർക്ക് മുഴുവൻ എന്റെ മയ്യത്ത് കാണിച്ചു കൊടുക്കല്ലേ. ഇതിനുള്ള പെണ്ണ് പറയും, ദീനുള്ള പെണ്ണ് ഭർത്താവിനോട് പറയിക്ക, ഞാൻ മരിച്ച നാട്ടുകാരെ മുഴുവനും ആണുങ്ങളെ മുഴുവനും വിളിച്ചിട്ട് എന്റെ മയ്യത്ത് കാണിച്ചു കൊടുക്കരുത്. ഞാൻ അന്യ പെണ്ണല്ലേ, മരിച്ച വീട്ടിൽ കാണണം. അള്ളാഹുവെ, ജീവിച്ചിരിക്കുന്ന കാലത്ത് അള്ളാഹിനെ പേടിച്ച് നടന്ന് നിന്റെ ഭാര്യ മരിച്ച നാട്ടുകാർക്ക് മുഴുവനും പൊക്കി കാണിച്ചു കൊടുക്ക. ഭർത്താവ് ഇങ്ങനെ നാണം വേണോടാ. ആഹ്വാലം ദീനുള്ള പെണ്ണാണെങ്കിൽ പറയിക്ക, ആർക്കും എന്നെ കാണിച്ചു കൊടുക്കരുത്. ഫാത്തിമ ബീബി പറഞ്ഞു, എന്റെ മയ്യത്ത് വെള്ള തുണിയിൽ പൊതിഞ്ഞോണ്ട് പോകുമ്പോ പോലും ഒരുത്തം കാണുന്ന എനിക്ക് ഇഷ്ടമല്ല. അതാ പെണ്ണ്. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹ മരണപ്പെട്ടു. നമ്മൾ അടിയും വഴക്കും ബഹളവും.
ഫാത്തിമ ബീവി മരണപ്പെട്ട് കൊണ്ടുപോയി ജന്നത്തുൽ ബഖീൽ കൊണ്ട് ഖബറടക്കി. അലിയാര് തങ്ങള് മയ്യത്തടക്കിയിട്ട് വീട്ടിൽ വന്നിട്ട് അങ്ങോട്ട് കിടക്ക ഉറക്കം വരുന്നില്ല. ഫാത്തിമ ഇല്ലല്ലോ. ഇന്നലെ വരെ ഉണ്ടായിരുന്ന ഫാത്തിമ ഒരു രാത്രി വീടിന്റെ അകത്ത് ഇല്ലാതെ വന്നപ്പോ അലിയാര് തങ്ങള് കരയാ. ഭാര്യ ജീവിച്ചിരിക്കുമ്പോ നമുക്കൊന്നും നമ്മുടെ പെണ്ണുമ്പിള്ളയുടെ വില അറിയില്ല. പക്ഷെ അവള് മക്കളെ ഏൽപ്പിച്ചിട്ട് അങ്ങ് പോണം. അപ്പൊ അറിയാ നിന്റെ ഭാര്യ ആരായിരുന്നു. നിന്റെ ഭാര്യയുടെ വില അറിയണമെങ്കിൽ അവളിങ്ങനെ ചോറ് വെച്ച് തരും, തുണി കഴുകി തരും, മക്കളെ നോക്കും, നിനക്കെല്ലാം ചെയ്തു തരും. എന്നാലും കുത്തുവാക്ക്, പരിഹാസം, കളിയാക്കല്, തല്ലല്. അവളെ വാപ്പായ്ക്ക് വിളിച്ചാലും ഉമ്മായ്ക്ക് വിളിച്ചാലും കഴുതെന്ന് വിളിച്ചാലും പന്നീന്ന് വിളിച്ചാലും പാവം കേട്ടുകൊണ്ട് നിൽക്കും സാധു. പക്ഷെ അവളുടെ വില മനസ്സിലാവണമെങ്കിൽ 3-4 കൈ തന്നിട്ട് നോക്കടാന്ന് പറഞ്ഞിട്ട് പള്ളിക്കുഴി പോണം. അപ്പൊ അറിയാം എന്റെ ഭാര്യയാണ്. അള്ളാഹു നമ്മുടെ ഭാര്യമാർക്ക് ദീർഘായുസ് കൊടുക്കുമാറാകട്ടെ. ഫാത്തിമ ബീബി റളിയല്ലാഹു തആല അൻഹയുടെ മയ്യത്ത് ഖബറടക്കിയിട്ട് വീടിന്റെ അകത്ത് വന്ന് കിടന്നിട്ട് ഉറക്കം വരണ അലിയാർക്ക് രാത്രി എഴുന്നേറ്റ് കള്ളു കുടിക്കാനൊന്നും പോയില്ല, കൂട്ടുകാരുടെ കൂടെ ഒന്നും പോയില്ല, കടപ്പുറത്തൊന്നും പോയിരുന്നില്ല. അലിയാര് തങ്ങള് നേരെ എഴുന്നേറ്റിട്ട് ജന്നത്തുൽ ബഖീൽ ഭാര്യയുടെ ഖബറിന്റെ ചാരത്ത് പോയി. അലിയാര് തങ്ങള് നേരെ തന്റെ ഭാര്യയുടെ ഖബറിന്റെ ചാരത്ത് പോയിരുന്നിട്ട് അസ്സലാമു അലൈകി യാ ഫാത്തിമ, ഭാര്യയുടെ ഖബറിന്റെ അടുക്ക പോയിട്ട് സലാം പറഞ്ഞു. ഫാത്തിമ ബീവി സലാം അടക്കിയില്ല. ഖബറിൽ കിടക്കല്ല, സലാം അടക്കിയില്ല. ഭാര്യയും ഭർത്താവും കൂടെ കിടപ്പറയിൽ പിണങ്ങിക്കിടക്കുമ്പോ പിണങ്ങിക്കിടക്കുന്ന ഭാര്യയുടെ പിണക്കം മാറ്റുന്നത് പോലെ അലിയാര് തങ്ങള് ഖബറിന്റെ ചാരത്ത് പോയി നിന്നിട്ട് ചോദിച്ചു, ഫാത്തിമ എന്തേ നീ എന്റെ സലാം അടക്കാത്തെ? എന്നോട് പിണങ്ങിയോ ഫാത്തിമ? എന്നോട് പിണക്കമാണോ ഫാത്തിമ? വീണ്ടും സലാം പറഞ്ഞു, മടക്കു ഫാത്തിമ. അലിയാര് തങ്ങളുടെ സലാം അടക്കണില്ല. അലിയാര് തങ്ങള് ചോദിക്ക, ഇത്ര പെട്ടെന്ന് നീ എന്നെ മറന്നുപോയോ ഫാത്തിമ? എന്നിട്ടും സലാം അടക്കാതെ വന്നപ്പോ അലിയാര് തങ്ങള് ഭാര്യയുടെ ഖബറിന്റെ ചാരത്തിരുന്നിട്ട് ഖബറിന്റെ മുകളിൽ കൈവച്ചു. എന്നിട്ട് ഖബറിനോട് ചോദിക്ക, എന്റെ ഫാത്തിമയ്ക്ക് എങ്ങനെയുണ്ട് അലി? അലിയാര് തങ്ങള് തന്റെ ഭാര്യയുടെ ഖബറിന്റെ മുകളിൽ കൈവച്ചിട്ട് ഖബറിനോട് ചോദിക്ക, എന്റെ ഭാര്യയ്ക്ക് എങ്ങനെയുണ്ട്? എന്റെ ഫാത്തിമയുടെ പുതിയ വീട് എങ്ങനെയുണ്ട്? ഖബറേ, എന്റെ ഫാത്തിമ ആരെന്നറിയോ? എന്റെ ഫാത്തിമ ആരെന്നറിയോ? കല്യാണത്തിന്റെ 1-ാമത്തെ രാത്രി മണിയറയ്ക്കകത്ത് കയറി ചെന്ന് എന്നോട് നിന്നെ കുറിച്ച് പഠിപ്പിച്ചെന്നവളാ എന്റെ ഭാര്യ. വിവാഹത്തിന്റെ 1-ാമത്തെ രാത്രി മണിയറയ്ക്കകത്ത് കയറി ചെന്നപ്പോ ആ ആദ്യ രാത്രിയിൽ നിന്നെ കുറിച്ച് പറഞ്ഞു തന്നിട്ട് നെഞ്ചുപൊട്ടി കരഞ്ഞവളാ എന്റെ ഫാത്തിമ. എന്റെ ഫാത്തിമയെ നീ വേദനിപ്പിക്കരുത്. എന്റെ ഫാത്തിമയുടെ വിശേഷം എന്താ? എന്റെ ഫാത്തിമയോട് എന്റെ സലാം അടക്കാൻ പറയുന്ന ഭാര്യയുടെ ഖബറിന്റെ ചാരത്ത് രാത്രി പോയിരുന്നിട്ട് കരഞ്ഞുകൊണ്ട് പറയാ ഭർത്താവ്. എന്റെ പ്രിയപ്പെട്ടവരെ, ഇങ്ങനെയുള്ളൊരു ജീവിതം വേണമെങ്കിൽ ഇതൊന്നും കഥയല്ലല്ലോ, ഇതൊന്നും വെറുതെ എഴുതി വെച്ചിരിക്കണ ഒരു തിരക്കഥയോ സാങ്കല്പിക കഥയല്ലല്ലോ. ഇത് മുത്തി നബിയുടെ പൊന്നുമോള് ജീവിച്ചതല്ലേ സഹോദരി. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ടവരോട് പറയുകയാ, മക്കളെ വളർത്തുമ്പോ ഈ ചരിത്രങ്ങളൊക്കെ പെൺമക്കൾക്ക് പറഞ്ഞു കൊടുക്കണം, പെൺമക്കൾക്ക് പഠിപ്പിച്ചു കൊടുക്കണം. ആ ജീവിതത്തിന്റെ ചരിത്രങ്ങൾ പഠിക്കുമ്പോൾ ഏതു ത്യാഗം സഹിക്കാനും നമ്മുടെ മക്കൾ തയ്യാറാകും. പിണങ്ങി വീട്ടിൽ വന്ന് അടിയും വഴക്കും ബഹളവും ഇല്ല. അതുകൊണ്ട് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു, ഏതെങ്കിലും ഒരു മാതാപിതാക്കൾ ദീൻ പറയുന്ന രീതിയിൽ 2 പെൺമക്കളെ വളർത്തി ദീൻ പറയുന്ന രീതിയിൽ അവരെ വിവാഹം കഴിച്ചു കൊടുത്താൽ ആ വാപ്പയും അമ്മയും നാളെ സ്വർഗത്തിൽ എന്റെ കൂടെയാണെന്ന് ആദരവായ പ്രവാചകൻ നബി മുഹമ്മദ് മുസ്തഫ